ബൈറ്റ്സിന്റെ ഓണം സ്പെഷ്യൽ സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പപ്പായ വെച്ചിട്ടുള്ള വെള്ളപ്പച്ചടിയും രണ്ടാമത്തേൽ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയായിരുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് വിഭവങ്ങളായ തോരനും മെഴുക്കുവരട്ടിയാണ്. അതും നല്ല സൂപ്പർ സ്പെഷ്യൽ ഒരു മെഴുക്കുവരട്ടി. സ്പെഷ്യൽ ആണെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ, നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള സ്പെഷ്യൽ പയർ മെഴുക്കുവരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതും പയർ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കണ്ടോ, പക്ഷേ കുറേ ഇല്ല, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോവക്കയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം പയറൊന്ന് പറിച്ചെടുക്കാം. നമുക്ക് ഇത്രയും പയറാണ് കിട്ടിയത്. പയർ ആക്ച്വലി കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പം നമുക്ക് ബാക്കി കോവക്ക വെച്ച് ബാലൻസ് ചെയ്യാം. ഇനി അത് നമുക്ക് കഴുകി വൃത്തിയാക്കി മെഴുക്കുവരട്ടിയുടെ പാകത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പയർ താണ്ട് കുറച്ച് പുഴുവൊക്കെ ഉള്ളതുണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞിട്ട് ലാസ്റ്റ് താണ്ട് മെഴുക്കുവരട്ടിയുടെ പാകത്തിൽ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ കോവക്ക ഞാൻ വട്ടത്തിൽ അരിഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ വട്ടത്തിൽ അരിഞ്ഞേക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു ചെറിയ കപ്പിൽ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ റിഫൈൻഡ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണേൻ്റെ അത്രയും ടേസ്റ്റ് കിട്ടൂല, എന്നാലും കുഴപ്പമില്ല. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചിലർ കടുക് പൊട്ടിച്ചിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കും കേട്ടോ, പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും കടുക് പൊട്ടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല, ജസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലേൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് അങ്ങനെ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴട്ടിയിട്ട് നമുക്ക് പയറും കോവക്കയും കൂടെ ഇട്ട് കൊടുക്കാം. പയറിട്ട് കൊടുക്കാണ്. പയറും കോവക്കൊക്കെ ഏതാണ്ടൊക്കെ ഒരേ വേവ് തന്നെയാണ്. അപ്പം നമ്മൾ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. കോവക്ക ഇട്ടിട്ടില്ലെങ്കിൽ പയർ വല്ലാതെ കുറഞ്ഞു പോയായിരുന്നു കേട്ടോ, അത്രയേ ഉള്ളൂ പയർ. ഇപ്പം നോക്കും കോവക്ക കൂടുതൽ കാണാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാലേ പയറിൻ്റെ കൂടെ കോവക്കേനെക്കാട്ടി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പച്ചക്കായ. പയറും പച്ചക്കായും മെഴുക്കുവരട്ടിയാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. അത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഇടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചിലർ ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ട് ലാസ്റ്റ് മേലെ വെളിച്ചെണ്ണ ഒഴിക്കും. പക്ഷേ ഞാൻ അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല, നമുക്ക് ഈ എണ്ണയിൽ തന്നെ വേവിച്ചെടുക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് എന്നാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ടാവണം, ഒരു പകുതിയെങ്കിലും വെന്തിട്ടുണ്ടാവണം. കുറച്ചടിയിൽ പിടിച്ചെന്ന് തോന്നുന്നു. ഇല്ല, പിടിച്ചിട്ടില്ല. വെള്ളം അതിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ വറ്റിയിട്ടുണ്ട്. ഏകദേശം ആയിരുന്നു. ഇനി നമുക്ക് ഇതിലൊരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ഒരു 3-4 വറ്റൽ മുളകും ഒരു 2 വെളുത്തുള്ളി. ഇവിടെ ഞാൻ സവാള എടുത്തിരിക്കുന്നത്, ഇവിടെ കുഞ്ഞുള്ളി കിട്ടാത്തത് കൊണ്ടാണ്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതിനെ തോൽപ്പിക്കാനാവില്ല സവാളക്ക്, കുഞ്ഞുള്ളിയാണ് നല്ല ടേസ്റ്റ്. പക്ഷെ നമുക്കില്ലാത്തത് കൊണ്ട് തൽക്കാലം ഇത് വെച്ചിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കണ്ണൂർ സ്റ്റൈൽ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഇപ്പം ഈ ക്രഷ് ചെയ്ത് ചേർത്ത സംഭവം കണ്ണൂരില്ലാത്തതാണ്. ഇതും എനിക്ക് എൻ്റെ ഏട്ടത്തിയമ്മ പറഞ്ഞു തന്നതാണ്. മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പം ഇങ്ങനെ കുറച്ച് ക്രഷ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ ക്രഷ് ചെയ്തതും കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഉള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. നമ്മൾ മെഴുക്കുവരട്ടി റെഡിയായി.
ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതെനിക്ക് തോന്നുന്ന നല്ല റിസൾട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നിങ്ങളിങ്ങനെയൊന്നും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും ഒറ്റ സാധനം ഇട്ടിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിലും ടേസ്റ്റാണ്. എന്തെങ്കിലും ഒരു 2 മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഞാൻ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. അങ്ങനെ നമ്മൾ ഓണം സ്പെഷ്യൽ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ വെളുത്തുള്ളിൻ്റെയും വറ്റൽമുളകിൻ്റെയും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്, സെറ്റാണ്, കറക്റ്റായിട്ടായിട്ടുണ്ട്. കുറച്ച് കൂടുതലായിപ്പോയോ എന്നേ സംശയമുള്ളൂ കോവക്ക. പക്ഷെ കോവക്ക അങ്ങനെയാണ്, വേകുമ്പോഴത്തേക്ക് അങ്ങ് ക്ഷീണിച്ചു പോവും, അടിഞ്ഞിരിക്കും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ പയർ കോവക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാണ്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കി, അത്യാവശ്യം നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എരിവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന വറ്റൽമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എണ്ണ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. പിന്നെ ഇതേപോലെ പയറും കോവയ്ക്കും വെച്ച് തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് പക്ഷേ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈറ്റ്സിൻ്റെ ഓണം സ്പെഷ്യൽ സീരീസിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഇസ് സുബി സൈനിങ് ഓഫ് ഫ്രം ബൈറ്റ്സ്. Bye bye.